ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പച്ചരി മാത്രം മതി കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചോറോ ഒന്നും ആവശ്യമില്ല, ചോറ് വേണ്ട, ഈസ്റ്റ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി കറികളൊന്നും ആവശ്യമില്ല, ഇതുപോലെ അങ്ങ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കപ്പോളം പച്ചരി ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് കഴുകി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടിയ പച്ചരിനെ നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പൊട്ടാറ്റോ, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് വേവിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ പച്ചരിക്ക് സമമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. അപ്പം നമ്മളിതിൽ വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കാം കേട്ടോ. ഇതാ നമ്മൾ ദോശമാവ് പോലും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള മാവിൻ്റെ അളവിനനുസരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ മാവിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മളെടുക്കുന്ന പച്ചരിയുടെ അളവ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇടുന്ന സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വളരെ കുറച്ച് നെയ്യ് മതിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് അതിൻ്റെ മാവ് കോരി വെച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് മാവ് ഒഴിക്കുന്ന ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഈ സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് അടച്ച് വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയുള്ളത് മുകൾ ഭാഗത്ത് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു സൈഡും കൂടി നന്നായിട്ട് കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് അടുത്തതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിയുന്നതുകൊണ്ട് നമുക്ക് രാവിലെയൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാട്ടോ. കറിയൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്ക് ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടെന്നാണെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് കടിച്ചു പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ അതുപോലെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് ഇടേണ്ട നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.